ഇനി ഇതുപോലത്തെ ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാനും ഇല്ല. അച്ഛൻ പറയുന്ന കേട്ട് അമ്മ വല്ലതും പോയാ പിന്നെ നമ്മുടെ കാര്യം ആര് നോക്കും? എന്തായാലും കിഷോർ ഞങ്ങള് നല്ല കള്ളനാ. എന്ത് വൃത്തിയായിട്ടാ കള്ളം പറഞ്ഞേ. എന്താണ് ബഡീസ്, ശോകം ഫീൽ ആണല്ലോ? ചേട്ടാ, ചേട്ടന്റെ പപ്പയില്ലേ നല്ല പഠിച്ച കള്ളനാ. എന്റെ പപ്പയാ കള്ളനാ? അതെ, കള്ളൻ തന്നെ. എനിക്കറിയാം. അപ്പൊ കള്ളനായോണ്ടാണല്ലോ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. എന്നെ തന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പപ്പ എന്തൊക്കെ പണി ചെയ്യുന്നതെന്ന് അറിയാം. അത് പോട്ടെ. അപ്പൊ നിങ്ങളോട് ഇപ്പൊ എന്താ ചെയ്തത്? എന്റെ പൊന്നെ ചേട്ടാ, ഞങ്ങളോട് കിഷോറങ്ങൾ പറഞ്ഞ് അമ്മയുടെ ജോലി കളഞ്ഞ മായമ്മയാണ്. പക്ഷെ അമ്മയുടെ മുന്നിൽ വെച്ച് മാറ്റി പറഞ്ഞു. ഞങ്ങളോടുള്ള ദേഷ്യത്തിൽ അമ്മ ഇറങ്ങി പോകാൻ വേണ്ടി പോയി. എന്നിട്ട് കരഞ്ഞി കാലൊടിച്ചിട്ടാണ് അമ്മ തിരിച്ചു വന്നത്. എന്ത് പരിപാടി പപ്പ ചെയ്തത്? ഞാനാ ഇവരാണ് എന്നെ പെടുത്താൻ നോക്കിയില്ലേ? പെടുത്താനാ? എന്തു പറ്റി? അതൊക്കെ ഞാൻ പറയാം പിള്ളേരെ. ഇത് കുട്ടിക്കളിയല്ല, വലിയ വലിയ കാര്യങ്ങളാണ്. ഇതിനി വെറുതെ ഇടപെടരുത്. നമുക്ക് മോഹന്റെ ആവണിയുടെ കാര്യം എന്തായാലും സോൾവ് ചെയ്യാം, ഉറപ്പ്. എന്റെ പൊന്നു കിഷോറങ്ങളെ, ഞങ്ങൾ ഈ പരിപാടി നിർത്തി. അതാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ആവണിക്ക് പോയ ജോലി തിരിച്ചു കിട്ടിയിരിക്കും. മായ തന്നെ അത് ചെയ്യും, ഉറപ്പ്. പിന്നെ നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കുക. ഇനി ഇതിലൊന്നും ഇടപെടും, ഓക്കെ? വീട് സാറില്ല, അതെല്ലാം ശരി. ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നിങ്ങളുടെ അമ്മ ചിലപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ചെലപ്പോ അല്ല, ഉറപ്പായിട്ടും പോവും. അതിനൊരു സംശയം വേണ്ട. അച്ഛനും കേട്ടല്ലേ അമ്മ പറയുന്നത്? കേട്ടു. ഞാൻ വിചാരിച്ചത് നിങ്ങളിവിടെ നിൽക്കുന്നിടത്തോളം കാലം അമ്മ ഇവിടെ ഉണ്ടാവുന്ന. അതൊക്കെ പണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് ആ പഴയ സെന്റിമെന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് നിന്നാ അമ്മ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ അമ്മ പോവും. തൽക്കാലം ഞാൻ ഒന്നിനും പോകുന്നില്ല. പക്ഷെ അച്ഛാ, ഒരു കാര്യമുണ്ട്. അച്ഛൻ നിരപരാധിയാണെന്നും അച്ഛനല്ല അമ്മയെ ചതിച്ചതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അച്ഛൻ സേഫായി. നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി? കിഷോർ അങ്കിൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? കിഷോർ അങ്കിൾ പറഞ്ഞു മായമ അമ്മയുടെ ജോലി കളഞ്ഞു. മായമ തന്നെ തിരിച്ചു വാങ്ങിച്ചു കൊടുക്കൂന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങൾക്കത് അമ്മയോട് പറഞ്ഞൂടെ? അമ്മയോട് പറഞ്ഞതാ ഇപ്പൊ കേട്ടത്. ഞങ്ങളിനി ഒന്നിനും പോകുന്നില്ല. സാരമില്ല. ഒരു വാതിലടയുമ്പോ മറ്റു വാതിൽ തുറക്കാവുന്നതാണല്ലോ. എന്തേലും ഒരു വഴി തെളിയും. അതുവരെ കാത്തിരിക്കാലോ നമുക്ക്. അതാ അച്ഛൻ നല്ലത്, തൽക്കാലം. ദൈവമേ, ഈ പിള്ളേർ അറിഞ്ഞതൊക്കെ മായമ്മ അറിഞ്ഞ അതും ഞാൻ അവരോട് പറഞ്ഞതാന്ന് മായമ്മ പറയും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. എന്തു പറ്റിയിട്ട് നീ ഒറ്റയ്ക്ക് സംസാരിക്കണേ? ഒന്നുമില്ല പ്രകാശ് ചേട്ടാ. നിന്റെ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നണല്ലോ. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. നിങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിക്കല്ലേ, പിന്നെ എൻ്റെ വായിന്ന് വല്ലതും വീഴും. ഞാൻ പിന്നെ ഉണ്ടാവൂല. നിങ്ങൾ നിങ്ങളെ പാട് നോക്കി പോയേ. എന്തു പറ്റിയേട്ടാ? ഞാൻ അഞ്ജുവിനോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്തേട്ടാ? നീ കൂടെ ഉള്ള നല്ലതാ കേട്ടോ. എന്താ അഞ്ജു എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ട്? ഒന്നും നടന്നില്ല ഏട്ടാ. എന്റെ ചേട്ടാ, ചേട്ടന് തോന്നുന്നുണ്ടാ ഇവളെ ഏട്ടനെ സഹായിക്കുമെന്ന്? എന്തായാലും നിന്നെക്കാളും വിശ്വസിക്കാടെ ഇവിടെ. നീ വെറും പാവമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്.
പക്ഷെ അങ്ങനെ അല്ലല്ലോ. നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സത്യം അറിയാൻ നടന്ന പിള്ളേര് പറയുന്നത് ഇതെല്ലാം ചെയ്ത മായയാണെന്നാണ്. ഇത് കിഷോറായിട്ടും പിള്ളേരോട് പറഞ്ഞതാ. നീ കേട്ടല്ലോ? ഇത് ഞാനല്ല, മായയാണ് ചെയ്തത്.